സ്നേഹാദരണീയരായ കുടുംബാംഗങ്ങളെ അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഇപ്പം എന്നെ മുന്നേ സംസാരിച്ച ആളുകളെല്ലാം പറഞ്ഞു, വളരെ വിശദമായി പറഞ്ഞു. ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളോളമായി. നമ്മളെ എല്ലാവരെയും തന്നെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് ഒരു കുടുംബസംഗമം നടത്തുക എന്നുള്ളത്. നമ്മൾ പല സ്ഥലങ്ങളിൽ കേൾക്കുക, അല്ലെങ്കിൽ മറ്റ് നമ്മളെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട സംഗമത്തിലൊക്കെ നമ്മൾ പങ്കെടുത്ത ആളുകളാണ്. അതിനൊക്കെ പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സ് തോന്നുന്ന ഒരു കാര്യമാണ് നമുക്കും ഇങ്ങനെ ഒന്ന് സംഘടിപ്പിച്ചാലോ എന്നുള്ളത്. പക്ഷേ അതിന് മുൻകൈ എടുക്കാനും നേതൃത്വ നിരയിലേക്ക് വരാനും ഇപ്പോഴാണ് അതിൻ്റെ ഒരു സമയമായത്. ഇപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തികച്ചും ഒരു ഒഫീഷ്യലായ രീതിയിലാണ് ഈ ഒരു സംഗമം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി മുൻകൈ എടുത്ത് നമ്മളെ ചെയർമാൻ ഇബ്രാഹിക്കായി, അതേപോലെ റസാക്കാക്ക, ട്രഷററായിട്ടുള്ള അമീദ് കാക്ക, പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മൾ ഈ ഒരു സംഗമം നടത്തുകയെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഈ കാണും പോലെ എത്രയോ ദിവസങ്ങളായിട്ട് ഇപ്പോൾ ഷെരീഫ് അളിയൻ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ പുറകിൽ ഉറങ്ങാതെയും ഊണുറക്കവും ഇല്ലാതെ പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങളാണ് ഒരുപാട് ആളുകൾ. അതേപോലെ തന്നെ പ്രത്യക്ഷമായും പരോക്ഷമായും സാമ്പത്തികമായും ശാരീരികമായും അങ്ങനെ എല്ലാ സാന്നിധ്യം കൊണ്ടൊക്കെ വളരെ വിലപ്പെട്ട സമയം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത്. ഇപ്പോൾ റസാക്കായി ഇവിടെ വളരെ വിശദമായിട്ടൊരു ക്ലാസ് എടുത്തു. റസാക്കായി അത് ചുരുക്കി പറഞ്ഞു, പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് അത് ചുരുക്കണ്ടായിരുന്നു. കുറച്ചുകൂടെ വിശദമായിട്ട് ഇത്തരം ഒരു സദസ്സിൻ്റെ ഒരു നമ്മൾ മറ്റു പരിപാടികളെ പോലല്ലല്ലോ, ഏറ്റവും നല്ലൊരു പുണ്യ സദസ്സായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനെ കാണുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ആ ക്ലാസ് കുറച്ചുകൂടെ വിപുലമായിട്ട് കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് ഞാൻ ആഗ്രഹിച്ചു പോയത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സംഗമം എന്നുള്ളത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു. നമ്മൾ ഒരുപാട് ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ പിന്നെ വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഏറ്റക്കുറച്ചിലോടുകൂടി താമസിക്കുന്ന ജീവിച്ചു വരുന്ന ആളുകളാണ്. അതിലൊക്കെ തന്നെ നമ്മളെ കുടുംബാംഗങ്ങൾ എന്ന് പറയുമ്പം അവിടെ ഒരു അസുഖമാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കല്യാണമാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അവരൊക്കെ കൂടെ ഉണ്ട്, നമ്മളെ പ്രാർത്ഥനയിൽ അവരൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇന്ന് ഇവിടെ കൂടിയ ആളുകൾ പല ആളുകളും താമസിക്കുന്ന വീടുകളോ പ്രദേശങ്ങളോ കാണാത്ത ആളുകളാണ്. നമ്മളടക്കമുള്ള ആളുകൾ, പിന്നെ നമ്മളെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ തന്നെ ഞാനൊക്കെ മോളോട് പറയും, നിൻ്റെ കല്യാണം വിളിക്കാൻ പോകുമ്പോൾ നമുക്ക് ഫാമിലി അടക്കം എല്ലാ വീടുകളിലും പോകാൻ എല്ലാവരെയും കാണാമെന്ന്. ആ ഒരു രീതിയിലാണ് നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പല ആളുകളും ഇപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പിന്നെ അമ്മമാരും മക്കൾ അങ്ങനെയുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞങ്ങളെ വീട്ടിൽ 5 ആൾ, പുതിരയിൽ 5 ആൾ, കുടുക്കേങ്ങൽ 5 ആൾ, അങ്ങനെ എല്ലാവർക്കും പരസ്പരം അറിയാം. പക്ഷെ നമ്മളെ മക്കൾക്കൊന്നും പരസ്പരം നമ്മളറിയില്ല, നമ്മളെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ റസാക്കായി ഇവിടെ സൂചിപ്പിച്ചു, ഈ ഒരു സംഗമം കൊണ്ട് നമുക്ക് ഇനി മുന്നോട്ടുണ്ടാവേണ്ടത് ശക്തമായ ബന്ധം, കുടുംബബന്ധം, അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ സാമ്പത്തികം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിലും പുറകിലൊക്കെ ഉള്ള ആളുകളുണ്ടാവും, പക്ഷെ അതിൻ്റെ ധാർമ്മിക മൂല്യങ്ങളും മറ്റും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയും. ഒരു ചെറിയ ഉദാഹരണം, സമയം കുറേ വൈകി ഞാൻ കുറേ പറയുന്നില്ല, ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പിന്നെ ഇവിടെ പറയുകയാണ്. എനിക്കുണ്ടായൊരു അനുഭവം. ഞങ്ങളെല്ലാവരും പൂളക്കൽ അമ്മായി സുഖമില്ലാതെ കിടക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോയി. ഞാൻ സാറത്താത്ത, ഉഷറത്താത്ത, ചെറിയത്താത്ത, ഞങ്ങൾ 4 ആൾ കാണാൻ പോയപ്പോൾ ഞങ്ങൾ ഉമ്മച്ചി എപ്പോഴും പറയായിരുന്നു, ഒരു പെൺകുട്ടികളില്ലാത്തത് പൂളക്കൽ അമ്മായിക്കാണ്, ഒരു പെണ്ണെങ്കിലും ഇല്ലാത്ത ഒരാൾ പൂളക്കൽ അമ്മായിയാണ്. നമുക്ക് നമ്മളെ അനുഭവത്തിലുണ്ട്. ഉമ്മ മുതൽ മൂത്തമ്മച്ചി, സുബൈദമ്മായി എല്ലാവരും തന്നെ അസുഖങ്ങൾ ബാധിച്ച് അത്യാവശ്യം കിടന്ന് മരിച്ച ആളുകളാണ്. അപ്പോൾ എപ്പോഴും പറയായിരുന്നു, പിന്നെ പെൺകുട്ടികളില്ലാത്ത വീടതാണ്. അപ്പോൾ പൂളക്കൽ അമ്മായി കിടന്നപ്പോൾ ഞങ്ങൾ കാണാൻ പോയി. അവിടെ നദീറത്താത്തുണ്ട്, മറ്റ് ജോലിക്കാരൊക്കെ ഉണ്ട്, വളരെ നല്ല രീതിയിൽ അവരെ സംരക്ഷിച്ച് പോരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ അമ്മായിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിൽക്കണം എന്നൊരു തോന്നൽ. ഒരു ദിവസം നമുക്കൊന്ന് അമ്മായിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കായിരുന്നു. പക്ഷേ നമുക്ക് തമ്മിലുള്ള നമ്മൾ ബന്ധം എന്താ പറയുക, റസാക്കാക്ക അമീദ് കാക്കയൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങോട്ട് നിൽക്കാനുള്ളൊരു പ്രയാസം എന്തോ തുറന്നു പറയുകയാണ് ഞാൻ. ഒന്നുമല്ല, അവിടെ നിന്നാൽ അവർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മായിനെ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല, പിന്നെ മരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അത്തരം ഒരു അനുഭവം, അത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഈ ഒരു സംഗമത്തിലൂടെ മാറിക്കിട്ടണം. ഇപ്പോൾ ഈ ഒരു സംഗമം ഇവിടെ വയനാട്ടിൽ വെച്ച് നടത്തിയാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഏറ്റവും വലിയൊരു പ്രളയം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ടൂറിസ്റ്റ് ഹോമുകളൊക്കെ പൂട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യത്തിലും ഞാൻ വിചാരിച്ചു എന്തായാലും ഇവിടുന്ന് എന്തായാലും ഇത് മാറ്റും, വേറെ ഏതെങ്കിലും ജില്ലകളിലേക്ക് ഇത് മാറ്റും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തായാലും ഇവിടെ നടത്തിയാൽ ഏറ്റവും വലിയ സന്തോഷം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ പിന്നെ ഞാൻ വയനാട്ടിൽ ചൂരൽമലയാണ് താമസിക്കുന്നത്. വയനാട്ടിലൊക്കെ എല്ലാവരും വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ വരുമ്പോഴൊക്കെ ഒന്ന് വിളിക്കുക, പറ്റുന്ന ആളുകളൊക്കെ വീട്ടിലേക്ക് വരിക. കാരണം ഞാൻ ചെറിയ താത്ത മുർഷിദിൻ്റെ വീട്, ഞങ്ങൾ 2 ആളേ ഉള്ളൂ വയനാട്ടിൽ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ടെൻഷനാണ്, ഇത്ര ദൂരമുള്ള ആൾ നമ്മളാണ്. അപ്പോൾ ഈ സംഗമവുമായിട്ട് ബന്ധപ്പെട്ട് റസാക്കായും പിന്നെ ഇബ്രാഹിക്കായും ഒക്കെ അവിടെ വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. അതേപോലെ ഞാൻ പഞ്ചായത്തിൽ ഫസ്റ്റ് മത്സരിക്കുമ്പോൾ
ഇബ്രാഹിക്കായി ഒരു ദിവസം ഒറ്റക്ക് വന്ന് കണ്ട് നമ്മളൊന്ന് ആശീർവദിച്ച് പോയപ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം അത്രയും ദൂരെയാണല്ലോ നമ്മൾ കിടക്കുന്നത്. അപ്പം നമ്മളെ മനസ്സിലൊരു ബോധമാണ്. ഇപ്പോൾ റസാഖായി പറഞ്ഞ പോലെ നമ്മൾ ഒറ്റപ്പെട്ടു പോയോ, അപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ ഉണ്ട് എന്ന് അറിയുമ്പോഴുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇനി മുന്നോട്ട് നമുക്ക് ഇനി ഇത്തരം സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കണം. ഇത്തരം പരിപാടികൾ അതേപോലെ തന്നെ എല്ലാവരും ഒന്ന് പോകുമ്പോഴത്തേക്ക് എല്ലാവരും പരസ്പരം പരിചയപ്പെട്ട് നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴും എൻ്റെ ഇന്നൊരാൾ ഇവിടെ ഉണ്ട്, അത് നമ്മളെ മക്കൾക്കും കൂടെ പറയാൻ കഴിയുന്ന ഒരു രൂപത്തിലായിരിക്കും നമ്മളിന്ന് ഇവിടുന്ന് പിരിയേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, സമയം ഒരുപാട് എടുത്തു പോകും. എന്തായാലും ഇവിടെ നമ്മൾ വേരും ചിറകുകളും എന്ന് പറഞ്ഞ പോലെ തന്നെ ശാഖകളും ഉപശാഖകളും ഒക്കെ കൂടിയ ഒരു പുണ്യ സദസ്സാണ്. ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തോട് ചേർത്തുകൊണ്ട് നന്ദി സ്നേഹാശംസകൾ നേർന്നുകൊണ്ട്. അടുത്തതായി നമ്മൾ ഏവരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്